ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ. ദൈവസന്നിധിയിലേക്ക് നിത്യസമാനതയായിട്ട് കടന്നു പോയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്തിമ പ്രാർത്ഥനകളിൽ നമുക്ക് സ്നേഹപൂർവ്വം പങ്കുചേരാം. ഈ ജലപ്രാർത്ഥനയായി അങ്ങനെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയെപ്പോഴും എന്നേക്കും. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ഇഷ്ടാരോഗ്യം ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് സമാധാനം. ഞങ്ങൾ ആരാധിക്കുകയും കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മനുഷ്യജീവിതം പുലക്കുഴയ്ക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. മണ്ണിൽ നിന്ന് അതത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ജീവിതങ്ങൾ പോലെ കടന്നു പോകുന്നു. നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. എന്നെ രക്ഷിക്കണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ. നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധിയിലാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ നയിക്കും. എന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം കർത്താവേ, കടലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ മാനവരോടെ സൃഷ്ടിച്ചവനും ദൈവത്തെ ആശ്രയമഖിലമടിക്കുന്നു. മറ്റൊരു ശരണം നീയില്ല. ലോകം എത്തും സകലേശ ഞങ്ങൾ കരുവനവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും. അനുജന ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. വിജ്ഞാനം പ്രസമിക്കുന്നു. ഓരോ വാക്യങ്ങൾ ശാന്തി നിലക്ക് പകർന്നീടും. പത്തിനമർത്യത പുണരുന്നു. ക്ഷയമുള്ള രക്ഷയനാകും. ഭക്തിദേവം സകലേശം ഇതരാം നോദനമാക്കുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
നൃപനാമിശിക കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ നീക്കും മാമേ മഹിമാടംബിനായി കങ്ങേ നൽകണമേ നിത്യായുസിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്യ തെസ്സലോനിക്കക്കാർക്ക് ലേഖനം. തെസ്സലോനിക്ക 1:4-13-16 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖായുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ രക്ഷകനായ ദൈവമേ, രാവുമകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ പ്രാർത്ഥന അറിയിച്ച നമ്മുടെ കർത്താവ് ശംശികായുടെ പരിശുദ്ധ സുവിശേഷം. വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്നു. സമയം വരുന്നു, അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ബഹുമാന്യരായ വൈദിക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുദീർഘവും സുഹൃത സമ്പന്നവുമായിരുന്ന ഒരു നല്ല ജീവിതത്തിന് വന്നു ചേർന്ന ശാന്തമായ സമാപനത്തിന് നാം ഏവരും ഇപ്പോൾ സാക്ഷികളായിരിക്കുകയാണ്. 6 നാളുകൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ട ചാച്ചിയമ്മച്ചിയുടെ ചേതനയറ്റ ശരീരത്തിന് സമീപം നിൽക്കുമ്പോൾ ഞാൻ ഓർമ്മിക്കുക പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ 7-ാമത്തെ തിരുവചനമാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഈ ശുശ്രൂഷയിലെ ആ ഭാഗം നാം ഉദ്ധരിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിത സായാഹ്നത്തിലെ ആത്മപരിശോധന എന്ന വണ്ണം പിന്തിരിഞ്ഞു നോക്കിയിട്ട്, ജീവിതത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കിയിട്ട് ആത്മഗതം എന്നോണം പറഞ്ഞ ഏതാനും വചനങ്ങൾ നമുക്കെല്ലാവർക്കും തന്നെ ആ ഭാഗം മനപാഠമാണ്. ഞാൻ നല്ലവണ്ണം ഓട്ടമോടി, ഞാൻ നല്ല യുദ്ധം ചെയ്തു, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. ഇതിൻ്റെ തുടർന്ന് അപ്പോസ്തലൻ പറയുകയാണ്, അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കട്ടെ എന്ന്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നമുക്കറിയാം. ആ ജീവിതത്തിലെ അദ്ദേഹം ഇരട്ടി വേഗതയിൽ ഓടുകയായിരുന്നു. ആദ്യം സഭയ്ക്കെതിരായിട്ടും പിന്നീട് സഭയ്ക്ക് അനുകൂലമായിട്ടും. എന്തായാലും ജീവിത സായാഹ്നത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മഗതത്തിൽ നാം കാണുക ഒരു തികഞ്ഞ ചാരിതാർത്ഥ്യമാണ്. അദ്ദേഹം ഏറെ കൃതാർത്ഥതയോടു കൂടിയാണ് പറയുക, ഞാൻ നല്ലവണ്ണം ഓടി,
ഞാൻ എൻ്റെ ഓട്ടം വേണ്ട പോലെ പൂർത്തിയാക്കി. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് തീർച്ചയായിട്ടും നീതിയുടെ മുടി തനിക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന അനാദികാലം മുതൽ വെച്ചിരുന്ന മുടി അതിന് താൻ അർഹനായി തീർന്നു എന്ന് അപ്പസ്തോലന് ബോധ്യമുണ്ട്. 97 വർഷങ്ങൾക്ക് മുമ്പ് അരീക്കര ഇടവകയിലെ തേവറക്കാട്ടിൽ കുടുംബത്തിൽ ജന്മമെടുത്ത നാം എല്ലാവരും വിളിക്കുന്നത് ചാച്ചിയമ്മച്ചി അല്ലെങ്കിൽ ചാച്ചി ചേച്ചി, ചാച്ചി പേരമ്മ, ചാച്ചി അമ്മാമ്മ, ഓരോരുത്തരെയും ബന്ധമനുസരിച്ച് യഥാർത്ഥത്തിൽ നമുക്കറിയാം പലർക്കും മാമോദിസ പേര് അറിഞ്ഞുകൂടാ മറിയം എന്നാണ് എന്നുള്ളത്. 5 സഹോദരങ്ങളിൽ ഒരുവളായ കുടുംബത്തിൽ ജനിച്ച് 18 വയസ്സോളം ജീവിച്ച് അത് കഴിഞ്ഞ് എടക്കോലി ഇടവകയിലെ വള്ളിപ്പടവിൽ കുടുംബത്തിലേക്ക് ഏകദേശം 79 കൊല്ലം മുമ്പ് ഉരുളയപ്പാപ്പന്റെ കൈ പിടിച്ച് കടന്നു വരുമ്പോഴാണ് ഈ ഒരു കുടുംബ ജീവിതത്തിന് തുടക്കം ഉണ്ടാവുക. ഏതാണ്ട് 50 വർഷത്തോളം അവർ ഒരുമിച്ച് ജീവിച്ചു എന്ന് നമുക്കറിയാം. നല്ലവനായ ദൈവം അവരുടെ ദാമ്പത്യ വല്ലരിയിലെ 10 നല്ല മക്കളെ നൽകുകയുണ്ടായി. ഈ ജീവിതം സുദീർഘമായിരുന്നു, സുഹൃതസമ്പന്നമായിരുന്നു എന്നൊക്കെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത്. ആ ജീവിതം എന്തുമാത്രം സുഹൃതസമ്പന്നമായിരുന്നു എന്ന് ഒരുപക്ഷെ ഇന്നുള്ള പലർക്കും അറിഞ്ഞുകൂടായിരിക്കും. നമ്മളൊക്കെ പറയുന്ന ഒരു ചിന്തയുണ്ട്, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാം. നല്ല മക്കള് സഭയ്ക്കും സമൂഹത്തിനും ഒക്കെ സമർപ്പിച്ച സാമൂഹിക പ്രതിബദ്ധതയുള്ള നല്ല മക്കളെ കാണുമ്പോഴാണ് ഈ അമ്മയുടെയും അതുപോലെ ദിവംഗതനായ 28 വർഷം മുമ്പ്, കൃത്യമായിട്ട് പറഞ്ഞാൽ 1985 ദിവംഗതനായ പ്രിയ പിതാവിൻ്റെയും ഒക്കെ സുഹൃതം എന്തായിരുന്നു എന്ന് നമുക്ക് പറയുവാൻ മനസ്സിലാക്കുവാൻ കഴിയുക. അപ്പസ്തോലൻ പറഞ്ഞു, ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. ചാച്ചിയമ്മച്ചി നല്ലവനായ ദൈവം തന്നെ ഏൽപ്പിച്ചു കൊടുത്തതും തനിക്ക് ഏൽപ്പിച്ചു തന്നതും താൻ സ്വമേധയായി ഏറ്റെടുത്തതുമായ ജീവിത ദൗത്യങ്ങള് തന്നാലാവുന്ന വിധത്തില് തൻ്റെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളെല്ലാം മനുഷ്യരാണ്, പരിമിതിയുണ്ട്. നമ്മളാരും അപരിമിതരായ ആളുകളല്ല. പക്ഷേ പരിധിയിലും പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നാലാവുന്ന വിധത്തില് ദൈവം നൽകിയ ആ ദാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദൈവികമായ പദ്ധതിയോട് സഹകരിച്ച ഒരു നല്ല അമ്മച്ചിയാണ് നമ്മോട് ഇന്ന് വിട പറയുക. പലപ്പോഴും ഒരാൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്, അമ്മയാകട്ടെ ആരെങ്കിലും ആകട്ടെ, വേറെ പിരിയുമ്പോൾ നമുക്ക് ദുഃഖമുണ്ട്. ഒരാൾ ജനിക്കുമ്പോൾ നമുക്കറിയാം കരയുകയുണ്ട്. ആ കുഞ്ഞ് ആദ്യമായിട്ട് കരയുകയാണ്. കുഞ്ഞ് കരഞ്ഞില്ലെങ്കിൽ നമ്മൾ പറയാം എന്തോ രസമുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും കരയും. റൂമിന്റെ വെളിയിൽ നിൽക്കുന്ന പിതാവും കുടുംബ അംഗങ്ങളും ഒക്കെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ സന്തോഷിക്കുകയാണ്. ഒരാൾ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ആ കരച്ചിൽ കേട്ട്, കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് എല്ലാവരും സന്തോഷിക്കുകയാണ്. ആ ആള് കുറെ കാലം ലോകത്ത് ജീവിച്ച് വിട പറയുമ്പോൾ എല്ലാവരും ദുഃഖിക്കുകയാണ്. എല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് അമ്മച്ചി കടന്നു പോകുമ്പോൾ അപ്പസ്തോലനെ പോലെ അമ്മച്ചിക്ക് ചാരിതാർത്ഥ്യമുണ്ട്, കൃതാർത്ഥതയുണ്ട്. നല്ലവനായ ദൈവം തന്നെ ഏൽപ്പിച്ചത് തന്നാലാവുന്ന വിധത്തിൽ നിവൃത്തിയാക്കി എന്ന അഭിമാന ബോധത്തോടു കൂടിയാണ് തന്റെ പ്രിയ മക്കളെ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട അമ്മച്ചി നമ്മിൽ നിന്ന് വിട വാങ്ങുക. സ്നേഹിതരെ, നമുക്കെല്ലാവർക്കും അറിയാം, തൻ്റെ ദാമ്പത്യ വല്ലരിയില് നല്ലവനായ ദൈവം നൽകിയ 10 മക്കളിൽ 2 പേര് ഇന്ന് നമ്മോടൊപ്പമില്ല. സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ ദീർഘമങ്ങൾ വീക്ഷിക്കുകയാണ് ജോർജും അനുചേച്ചിയും. ബാക്കി എല്ലാവരും ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇഞ്ഞായി എന്ന് വിളിക്കുന്ന എലിയമ്മ ചേച്ചിയും അദ്ദേഹത്തിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന കുട്ടപ്പൻ ചേച്ചൻ, ഞാൻ പ്രായം കൊണ്ട് പറയുകയാണ്, കുട്ടപ്പൻ ചേട്ടൻ. അതുപോലെ തന്നെ അനുചേച്ചി അതിന് ശേഷം ദിവംഗതയായി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ്. പിന്നെ നമ്മളൊക്കെ ഓമനപ്പേര് ജായൻ എന്ന് വിളിക്കുന്ന ജോസ് പള്ളിപ്പടവിൽ, അതുപോലെ BP എന്ന് വിളിക്കുന്ന സ്റ്റീഫൻ, ഗ്രേസിക്ക് മുമ്പാണ് ജോർജ് നമ്മിൽ നിന്ന്. വാസ്തവത്തിൽ അത് ആകസ്മികമായ നിര്യാണമായിരുന്നു. അതിനുശേഷം മാത്യുവിന് ശേഷം സ്ത്രീയൊക്കെ, അതുപോലെ ലിസി, ഞാൻ ആരുടെയും പേര് വിട്ടുപോയിട്ട് എനിക്ക് എല്ലാവരെയും നന്നായിട്ട് അറിയാം. നല്ല അയൽക്കാരും സ്നേഹിതരും മിത്രങ്ങളുമായ വടയാറ്റ് കുടുംബത്തിൽ നിന്ന് മേരി ഇവിടെ വിവാഹിതയായി വന്ന അന്ന് മുതൽ കേട്ടറിവ് കൂടുതൽ അടുത്തറിവായി. പിന്നീട് ഇവിടുത്തെ അമ്മച്ചിയുടെ പ്രിയ മകൾ ഗ്രേസിയന്റെ കസിൻ ജോമി വിവാഹം കഴിച്ചപ്പോൾ കൂടുതൽ അറിയുവാനിടയായി. വളരെയേറെ അടുത്ത് എല്ലാ മക്കളെയും മരുമക്കളെയും ഏതാനും കൊച്ചുമക്കളെയും അറിയാം. ഈ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഈ വീട്ടിലേക്ക് കടന്നു വന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ അവസരത്തില് ഇന്ന് ഇതുപോലൊരു യാത്രയപ്പിന് ഇവിടെ വരേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷെ ഒരു കാര്യം, അഭിമാനത്തോടെ പ്രിയ മക്കളും
മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ ഓർത്തിരിക്കേണ്ടത്, തങ്ങളുടെ പ്രിയപ്പെട്ട അമ്മച്ചി തൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലാണെങ്കിലും അല്ലെങ്കിലും അന്ധവിശ്വാസം വരെ കാത്തു എന്ന കാര്യത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും അഭിമാനം കൊള്ളാം. മക്കൾക്ക് വേണ്ടിയും കൊച്ചുമക്കൾക്ക് വേണ്ടിയും എല്ലാം പ്രാർത്ഥിച്ചിരുന്ന നല്ല അമ്മച്ചി. അത് ഈവൻ നല്ല ബോധമില്ലാത്ത അവസ്ഥയിൽ പോലും പ്രാർത്ഥനകൾ അറിയാതെ ഉരുവിട്ടുകൊണ്ടിരുന്ന, എപ്പോഴും കുരിശു വരയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഈ അമ്മച്ചി ഭാവി തലമുറയ്ക്ക് ഒരു വലിയ പാഠമാണ് നൽകുന്നത് എന്ന കാര്യത്തിൽ പക്ഷാന്തരമില്ല. സ്നേഹിതരെ, ഇന്ന് രണ്ട് കാര്യങ്ങൾ ഓർത്ത് നമുക്കിന്ന് വാസ്തവത്തിൽ നമ്മുടെ ദുഃഖത്തെ മാറ്റിവെച്ച് തമ്പുരാൻ നൽകുന്ന വലിയ സമാശ്വാസം സംശീകരിച്ചുകൊണ്ട് വാസ്തവത്തിൽ നമുക്ക് സന്തോഷത്തോടെ ഈ വിടവാങ്ങൽ കർമ്മം പൂർത്തിയാക്കാം. ഒന്ന്, ഇന്നലെ വരെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഈ കുടുംബത്തിന് വേണ്ടി, തൻ്റെ പ്രിയപ്പെട്ട മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും അവരുടെ മക്കൾക്കും ഒക്കെ വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഈ നാടിന് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിരുന്ന ഈ അമ്മച്ചി ഇനി മുതൽ നമ്മളോടൊപ്പം ഇല്ലല്ലോ എന്ന ചിന്ത നമുക്കെല്ലാം ദുഃഖത്തിൻ്റെതായ വികാരങ്ങളെ സമ്മാനിക്കും. പക്ഷേ കൂടുതൽ ശക്തിയോടുകൂടി ഇന്ന് മുതൽ ഈ അമ്മച്ചി നല്ലവനായ ദൈവത്തിന്റെ വലം ഭാഗത്തിരുന്ന് ഈ പറഞ്ഞ എല്ലാ ആളുകൾക്കും വേണ്ടി, നാടിന് വേണ്ടി ആശ്വാസം പകരുന്നതാണ്. രണ്ടാമത്തേതാകട്ടെ, ഈ അമ്മച്ചി പുലർത്തിയ എത്ര വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും യൂണിവേഴ്സിറ്റി പഠനമുള്ളവർ നമ്മൾ എന്തുമാത്രം ആളുകളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷെ അവരുടെയെല്ലാം മുമ്പിൽ അവർക്കൊക്കെ തന്റെ ജീവിതം പാഠമാക്കിയ ഒരു അമ്മച്ചിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വാങ്ങുന്നത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസം കാത്തുരക്ഷിച്ച ഈ അമ്മച്ചി ഭാവി തലമുറയ്ക്ക് അഭിമാനമാണെന്ന് പറയുവാനും ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളും അതുപോലെ മരുമക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാം ഇന്ന് ദുഃഖിതരാണ്. ഞങ്ങളെല്ലാവരും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും പേരിൽ ഈ കുടുംബത്തിലെ അംഗങ്ങളോട്, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ മിത്രങ്ങള്, സുഹൃത്തുക്കള്, കുടുംബ ബന്ധുക്കള്, അഭ്യുദയകാംക്ഷികള്, നാട്ടുകാര് എന്ന് വേണ്ട ഈ അമ്മച്ചിയെയും കുടുംബാംഗങ്ങളെ അറിയുന്ന ധാരാളം ആളുകൾ ഈ ദിവസങ്ങളിൽ ഇവിടെ വന്നുപോയി. ഏവരുടെയും പേരിൽ നിങ്ങൾക്ക് എല്ലാവിധ അനുശോചനങ്ങളും നിങ്ങളോട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിങ്ങളുടെ ദുഃഖത്തെ ഞങ്ങളും പങ്കുചേരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങളുണ്ടാകും. നല്ലവനായ ദൈവത്തിൻ്റെ സമാശ്വാസം നിങ്ങൾക്കുണ്ടാകട്ടെ. അങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി നമുക്ക് അമ്മച്ചിയെ യാത്ര അയക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിന് നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഹുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉത്ഥാനം വഴി മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിജയവശത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർച്ചിന്റെ മിശിഹായെ, കരയുന്നവിടെ കണ്ണുനീർ തുറക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറക്കുന്നതുമായ മിശിഹായെ, നിന്റെ ദാസിയുടെ പാപങ്ങൾ പുറക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുന്ദരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും
കാണൂ. അന്നൊരു ദിവസം ബസിനിയായി സോദരിമാരാം ഒട്ടമറിയും ചുടുകണ്ണീവം കരുണയോടന്തികമാർന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യത്തെ വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്യേണ്ട ജോലികൾ ചെയ്തു തീർത്തു, ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെൻ മാർഗങ്ങൾ പിന്തുടർന്ന, സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ.